ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥതയെയും സ്വകാര്യ അഹങ്കാരങ്ങളെയും ഉപേക്ഷിച്ച് ക്രിസ്തു എന്ന വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വിശുദ്ധ പത്രോസ്ലിഹായെ കാണുന്നുണ്ട്. കടലിൻ്റെ ഭാവങ്ങൾ വളരെ നന്നായിട്ട് അറിയാവുന്ന മുക്കുവൻ, തീവ്രവാദിയായ യഹൂദൻ, ആരുടെയും മുഖം നോക്കാതെ തൻ്റെ അഭിപ്രായം വ്യക്തമായിട്ട് പറയുന്നവൻ. പക്ഷേ ഈശോ ഈ ഇമേജുകളെയെല്ലാം തകർത്ത് കളയുന്നുണ്ട്. എന്തിനു വേണ്ടി? തൻ്റെ സഭയുടെ അമരക്കാരനാകണം വിശുദ്ധ പത്രോസ്, തൻ്റെ സഭയെ നയിക്കുന്നവനാകണം പത്രോസ്ലിഹ എന്ന വലിയ സ്വപ്നത്തിന് വേണ്ടി പത്രോസ്ലിഹ ഉണ്ടാക്കിയ ചില ഇമേജുകളെ ഈശോ തകർത്ത് കളയുന്നു. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ ഇമേജുകൾ ഉണ്ടാക്കുന്നവരാണ്. നമുക്ക് ഒത്തിരിയേറെ കുടുംബ മഹിമകളൊക്കെ നമ്മൾ പറഞ്ഞു നടക്കുന്നവരാണ്. നമുക്കിതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ക്രിസ്തു എന്ന വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ, ക്രിസ്തു എന്ന വെളിച്ചത്തിന് പ്രാധാന്യം നൽകാൻ സാധിക്കുന്നുണ്ടോ? ഗുരുകുല പഠനം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ തലേ രാത്രിയിൽ ഗുരു ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് പുഴയരികിലെ ആ ഗുഹയിലേക്ക് കത്തിച്ച് പിടിച്ച വിളക്കുമായിട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഈ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാനാണ് നിന്നെ ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നത്. പക്ഷെ അത് എഴുതിയിരുന്ന താളിയോല എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നീ നമ്മുടെ ആശ്രമത്തിൽ പോയി ആ താളിയോല എടുത്തുകൊണ്ട് വരണം. വിളക്കെടുത്ത് ആശ്രമത്തിലേക്ക് പോകാൻ ഒരുങ്ങിയ ശിഷ്യൻ്റെ കയ്യിലെ വിളക്ക് ഊതിക്കെടുത്തിയിട്ട് ഗുരു ശിഷ്യനോട് പറഞ്ഞു, തീയില്ലാതെ വിളക്കുമായിട്ട് നീ പോയി വരിക. വളരെ പ്രയാസപ്പെട്ട് വിളക്കുമായിട്ട് അല്പദൂരമേ ഈ ശിഷ്യന് പോകാൻ കഴിഞ്ഞുള്ളൂ. സങ്കടത്തോടെ ഈ ശിഷ്യൻ തിരിച്ചു വന്നു. ഗുരു ചോദിച്ചു, എന്ത് പറ്റി മകനെ? ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ, വിളക്കുണ്ടെങ്കിലും തീയില്ലാത്തതിനാൽ അധികം ദൂരം പോകാനായിട്ട് സാധിക്കുന്നില്ല. ഗുരു പറഞ്ഞു, ഇത് നിൻ്റെ ജീവിതത്തിലെ വലിയൊരു പാഠമാണ്. നിൻ്റെ കയ്യിൽ വിളക്കുണ്ടായിരുന്നിട്ടും തീയില്ലാത്തതിനാൽ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഇതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായാലും, എന്തെല്ലാം സ്വകാര്യ അഹങ്കാരങ്ങൾ നിനക്കുണ്ടായാലും, എന്തെല്ലാം മഹിമകൾ നിനക്കുണ്ടായാലും, തീയായിട്ട് പ്രകാശമായിട്ട് ദൈവം നിൻ്റെ കൂടെയില്ലെങ്കിൽ ജീവിതയാത്രയിൽ അധികമൊന്നും നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. സ്നേഹം നിറഞ്ഞവരെ, ദൈവമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശം. ദൈവം എന്ന പ്രകാശത്തിൽ മുന്നോട്ട് പോകാൻ, ദൈവം എന്ന പ്രകാശത്തിലായിരിക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.